is now being recorded. So good afternoon all. Today we will be discussing nearly, I'm trying to discuss nearly 6 questions. I have shared to you this question is in advance. ഒരുപാട് നേരത്തെ അയക്കാത്തതാണ്. എനിക്ക് പിന്നെ ആരും സ്വന്തമായിട്ട് ട്രൈ ചെയ്യില്ല, അതുകൊണ്ടാണ് ഒരുപാട് നേരത്തെ അയക്കാത്തത്. Can expect always questions will be posted either 2 or 1 hour before the class ഞാൻ ഷെയർ ചെയ്തിരിക്കും. And the first question for today's discussion is, using the following cost metrics, determine optimal job assignment and the cost of assignment. This is a standard question. ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, വളരെ ഷോർട്ട് ആയിരിക്കും. Here the question given is mechanics തന്നിട്ടുണ്ട്. There are 5 mechanics, A, B, C, D and E, and job is 1, 2, 3, 4 and 5. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന കോസ്റ്റ് മെട്രിക്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓൾവേസ് വി വിൽ ട്രൈ ടു മിനിമൈസ്, എപ്പോഴും കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുക. ആൻഡ് നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഡിറ്റർമൈൻ ദി ഒപ്റ്റിമൽ ജോബ് അസൈൻമെന്റ്, അതായത് നമ്മുടെ അലോക്കേഷനാണ് ഇവിടെ അസൈൻമെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ജോബ് അസൈൻമെന്റും അതുപോലെ ദ ടോട്ടൽ വിച്ച് യു ഒപ്റ്റെയിൻ, ആ അലോക്കേഷനിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ടോട്ടൽ വാല്യൂ, അതിനെയാണ് കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. So Adra, you can start sharing and explain the answer. Hello. Ma'am, പറയട്ടെ. ഓഡിബിൾ ആണ്. ഷെയർ ചെയ്യാവോ? സ്ക്രീൻ ഷെയർ ചെയ്ത് പറയാവോ? കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആർക്കും ഒന്നും പറയുന്നത് ക്ലിയർ ആകും. വെയിറ്റ്. മാം കാണാമോ? യെസ്, ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്, പറഞ്ഞു. ആദ്യം ഈ ക്വസ്റ്റ്യനിൽ റോ ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ ആദ്യം എല്ലാത്തിലെയും സ്മോളസ്റ്റ് നമ്പർ, എല്ലാ റോയിലെയും സ്മോളസ്റ്റ് നമ്പർ അതിലെ എല്ലാ ബാക്കി നമ്പേഴ്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റിൽ 2 ആണ്, അപ്പം എല്ലാത്തിലും അത് റോ ഓപ്പറേഷൻ ചെയ്ത് വരുമ്പം ഇങ്ങനെ ഒരു ടേബിൾ ആയിരിക്കും കിട്ടുന്നത്. ആദ്യത്തതിൽ നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും 8, 10 2 കുറയ്ക്കുമ്പോൾ 8, 3 2 കുറയ്ക്കുമ്പോൾ 1, 3 2 കുറയ്ക്കുമ്പോൾ 1, 2 2 കുറയ്ക്കുമ്പോൾ 0, 8 2 കുറയ്ക്കുമ്പോൾ 6. പിന്നെ സെക്കൻഡിൽ 2 തന്നെയാണ്, അപ്പം അത് കുറയ്ക്കുമ്പം 7, 9 2 കുറയ്ക്കുമ്പോൾ 7, 7 2 കുറയ്ക്കുമ്പോൾ 5, 8 2 കുറയ്ക്കുമ്പോൾ 6, 2 2 കുറയ്ക്കുമ്പോൾ 0, 7 2 കുറയ്ക്കുമ്പോൾ 5. പിന്നെ തേർഡ് റോയിൽ 2 തന്നെയാണ്, പിന്നെയും സ്മോളസ്റ്റ് നമ്പർ, അതുകൊണ്ട് 7 2 കുറയ്ക്കുമ്പോൾ 5, 5 2 കുറയ്ക്കുമ്പോൾ 3, 6 2 കുറയ്ക്കുമ്പോൾ 4, 2 2 കുറയ്ക്കുമ്പോൾ 0, 4 2 കുറയ്ക്കുമ്പം 2. അടുത്തതിൽ അതുപോലെ ചെയ്യും. അതിലും ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 2 ആണ്. അപ്പം കുറയ്ക്കുമ്പം 3 2 കുറയ്ക്കുമ്പോൾ 1, 5 2 കുറയ്ക്കുമ്പം 3, 8 2 കുറയ്ക്കുമ്പം 6, 2 2 കുറയ്ക്കുമ്പം 0, 4 2 കുറയ്ക്കുമ്പം 2. ലാസ്റ്റത്തതിൽ 6 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പം 9 6 കുറയ്ക്കുമ്പോഴത്തേക്കും 3, 10 6 കുറയ്ക്കുമ്പോൾ 4, 9 6 കുറയ്ക്കുമ്പോൾ 3,
6 6 കുറയ്ക്കുമ്പോൾ 0, 10 6 കുറയ്ക്കുമ്പോഴത്തേക്കും 4. അത് കഴിയുമ്പോഴത്തേക്കും റോ ഓപ്പറേഷൻ കഴിയും. പിന്നെ കോളം ഓപ്പറേഷൻ. കോളം ഓപ്പറേഷനിൽ ഫസ്റ്റ് കോളത്തിൽ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം എല്ലാത്തിൽ നിന്നും 1 കുറയ്ക്കും. 8 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 7, 7 നിന്ന് 6 1 കുറയ്ക്കുമ്പോഴത്തേക്കും 6, 5 നിന്ന് 1 കുറയ്ക്കുമ്പം 4, 1 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0, 2, 3 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2. സെക്കൻഡത്തതിലും 1 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പം 1 നിന്ന് 1 കുറയ്ക്കുമ്പം 0, 5 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 4, 3 നിന്ന് 1 കുറയ്ക്കുമ്പം 2, 3 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2, 4 നിന്ന് 1 കുറയ്ക്കുമ്പം 3. തേർഡിൽ 1 തന്നെയാണ്, തേർഡ് കോളത്തിലും 1 തന്നെയാണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 1 നിന്ന് 1 കുറയ്ക്കുമ്പം 0, 6 നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും 1 കുറയ്ക്കുമ്പോൾ 5, 4 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3, 6 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 5, 3 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2. പിന്നെ അടുത്ത കോളത്തിൽ സീറോസ് ഉള്ളത് കൊണ്ട് ആ കോളം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് കോളത്തിൽ സ്മോളസ്റ്റ് നമ്പർ 2 ആണ്. അപ്പം 6 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 4, 5 നിന്ന് 2 കുറയ്ക്കുമ്പം 3, 2 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 0, 2 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 0, 4 നിന്ന് 2 കുറയ്ക്കുമ്പം 2. എന്നിട്ട് മാർക്കിംഗ് ചെയ്യും. മാർക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് റോ വൈസ് മാർക്കിങ്. ഫസ്റ്റ് റോയിൽ 2 0 ഉള്ളതുകൊണ്ട്, അല്ല 3 0 ഉള്ളതുകൊണ്ട് അവിടെ മാർക്കിങ് പറ്റത്തില്ല. പിന്നെ സെക്കൻഡ് റോയിൽ 1 0 ഉണ്ട്, അത് മാർക്ക് ചെയ്യും. എന്നിട്ട് ആ കോളം ക്യാൻസൽ ചെയ്യും. പിന്നെ തേർഡിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെയും 2 0 ഉള്ളതുകൊണ്ട് മാർക്കിങ് പറ്റത്തില്ല, അതൊന്നും ചെയ്യത്തില്ല. പിന്നെ അടുത്ത ഫോർത്തിലാകുമ്പോഴത്തേക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, 3 0 ഉള്ളതുകൊണ്ട്. പിന്നെ അടുത്തതിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കോളം വൈസ് മാർക്കിങ്. അതിൽ ഫസ്റ്റ് കോളത്തിൽ 1 0 ഉണ്ട്, അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ആ റോ ക്യാൻസൽ ചെയ്യും. സെക്കൻഡിൽ അതിലും 1 0 ഉണ്ട്, ആ 0 മാർക്ക് ചെയ്തിട്ട് ആ റോ ക്യാൻസൽ ചെയ്യും. തേർഡിൽ ഇല്ല, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഫോർത്തിൽ ഒന്നുമില്ല. പിന്നെ എന്നിട്ട് അതിൻ്റെ അലോക്കേഷൻ നോക്കും. അലോക്കേഷൻ നോക്കുമ്പോഴേക്കും എ എന്ന് പറയുന്നത് J2-ന്, B J4-ന്, C J5-ന്, D Jക്ക്. ഇക്കാണെങ്കിൽ അലോക്കേഷൻ ഒന്നുമില്ല, നോ അലോക്കേഷൻ ഫോർ ഇ. അപ്പോൾ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസും നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ ദ എലിമിനേഷൻ ഓഫ് റോ ആൻഡ് കോളവും ഈക്വൽ ആവാത്തത് കൊണ്ട് സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല. അപ്പോൾ ന്യൂ ടേബിൾ ഫോർ ഇംപ്രൂവിങ് ദ സൊല്യൂഷന് വേണ്ടിയിട്ട് ന്യൂ ടേബിൾ കണ്ടുപിടിക്കണം. അപ്പം അതിനകത്ത് അത് ചെയ്യുമ്പോഴേക്കും ലാസ്റ്റ് ടേബിളിൽ ഉണ്ടായിരുന്നതിലെ അൺകവേർഡ് എലമെന്റ്സിന്ന് അതിനകത്ത് ആദ്യം ഏറ്റവും സ്മാളസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അൺകവേർഡ് എലമെന്റ്സിന്റെ കൂടെ നിന്ന് സ്മാളസ്റ്റ് അൺകവേർഡ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യണം. പിന്നെ എലമെന്റ് അറ്റ് ജംഗ്ഷനിലുള്ള എലമെന്റ്സിനെ സ്മാളസ്റ്റ് അൺകവേർഡ് എലമെന്റ്സ് ആഡ് ചെയ്യണം. സിംഗിൾ ലൈൻ കവേർഡ് ചെയ്യുന്ന എലമെന്റ്സിനെ അതുപോലെ തന്നെ ക്യാരി ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ടേബിളാണ് ഇത്. അതായത് ആ ടേബിളിൽ ഈ 7 ഫസ്റ്റ് റോയിൽ ഉണ്ടായിരുന്ന 7 0 0 4 അതെല്ലാം എലമെന്റ്സ് കവേർഡ് ബൈ എ സിംഗിൾ ലൈൻ ആണ്. അപ്പോൾ അത് അതുപോലെ ക്യാരി ചെയ്യും. അതുപോലെ തന്നെ തേർഡ് റോയിലുള്ള 4 2 3 0 അതും അതുപോലെ തന്നെ ക്യാരി ചെയ്യും. പിന്നെ ഫോർത്ത് റോയിലുള്ള 0 2 5 0 അതും അതുപോലെ ക്യാരി ചെയ്യും. ബാക്കി അൺകവേർഡ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കൂടെ എല്ലാം ഏറ്റവും അതിനകത്ത് സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ 2 ആഡ് ചെയ്യുകയും പിന്നെ എലമെന്റ് അറ്റ് ജംഗ്ഷന്റെ കൂടെ സ്മോളസ്റ്റ് അൺകവേർഡ് എലമെന്റ് ആയ 2 സബ്ട്രാക്ട് ചെയ്യുകയും കൂടി ആഡ് ചെയ്യുകയും ചെയ്യുമ്പം കിട്ടുന്ന ടേബിള് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ ടേബിളിൽ നിന്ന് മാർക്കിംഗ് ചെയ്യും. അപ്പോൾ
ഇങ്ങനെ അലോക്കേഷൻ കിട്ടും. എന്നിട്ട് ഇങ്ങനെയാണ് കിട്ടിയത് മാഡം. ഹലോ. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ആൻസർ കിട്ടിയത്. അതിലെ ആൻസർ മാത്രം ഇതിനകത്ത് ലാസ്റ്റ് ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, എന്താ പറയുക, എന്തെങ്കിലും ആർബിട്രറി സെലക്ഷൻ വല്ലതും വന്നോ? ഇല്ലല്ലോ. ലാസ്റ്റത്തതില് വന്നിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ അലോക്കേഷൻ വ്യത്യാസം കാണും. പക്ഷെ ടോട്ടൽ കോസ്റ്റ് എല്ലാവർക്കും 21 എന്ന് കിട്ടിയോ? ചെയ്ത എല്ലാവർക്കും ടോട്ടൽ കോസ്റ്റ് 21. അതും ആർബിട്രറി വന്നില്ല, പക്ഷെ 21 കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. ഈ അലോക്കേഷൻ തന്നെയാണോ അൽഫയ്ക്ക്? അതെ മാം. What about the others? Okay. Okay, Adri, I can stop sharing. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തവർ എന്ന് വെച്ചാൽ തേർഡ് വൺ തൊട്ട് ചെയ്യാത്തവർ, സെക്കൻഡ് വരെ ചെയ്ത് നിർത്തിയിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു എന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് യു ക്യാൻ പുട്ട് യുവർ റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉള്ളി എന്ന് പറഞ്ഞോ എസ് എന്ന് പറഞ്ഞോ മറുപടി ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യൻ 2 മാത്രം ചെയ്തവർ, 2 വരെ ചെയ്തവർ ആരുമില്ല. 2 ക്വസ്റ്റ്യൻ മാത്രം ചെയ്തവർ. ദേവനന്ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ ചെയ്തില്ലേ? ജിംഷ ഉണ്ട്. ഓക്കെ, ജിംഷ യു ക്യാൻ എക്സ്പ്ലെയിൻ ദ സെക്കൻഡ് വൺ. വെയിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ അല്ലേ ജിംഷ? ടീച്ചർ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ട്. So the second question is, a company has 5 jobs to be done on 5 machines. 5 ജോബും 5 മെഷീനും. Any job can be done on any machine. The cost of doing the jobs on different machines are given below. ഇവിടെയും കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. കോസ്റ്റ്, ടൈം, ഇങ്ങനത്തെ റിസോഴ്സസിനെല്ലാം നമ്മളെപ്പോഴും മിനിമൈസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക, അല്ലെങ്കിൽ കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുക. അസൈൻ ദ ജോബ്സ് ഫോർ ഡിഫറെൻറ്റ് മെഷീൻസ് സോ ആസ് ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ്. അവരതിലും പറയുന്നുണ്ട് ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ വേണം ജോബിനെ മെഷീൻസിന് അലോട്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ജോബ്സ് ആർ ഓൾവേസ് അസൈൻ ടു മെഷീൻസ് ഓർ ജോബ്സ് ആർ ഓൾവേസ് അസൈൻ ടു ദി ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ 5 മെഷീനും 5 ജോബും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞതിന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും റിമെമ്പർ ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു എൻഷുർ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇസ് എ സ്റ്റാൻഡേർഡ് ഓർ എ ബാലൻസ്ഡ് വൺ. അത് എല്ലായ്പ്പോഴും മറന്നു പോകരുത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് സ്റ്റെപ്പായിട്ട് ചിലപ്പോൾ നമ്മൾ എഴുതാൻ വിട്ടുപോകുന്നത്. പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോഴേ അതൊന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ദ ക്വസ്റ്റ്യൻ ഇസ് എ ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ് എന്നുള്ളത്. എന്നിട്ട് വേണം റോ ഓപ്പറേഷൻ ചെയ്ത് തുടങ്ങാനായിട്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ 5 ജോബ് അല്ലെങ്കിൽ 5 റോ ഇസ് ഈക്വൽ ടു 5 റോ ഇസ് ഈക്വൽ ടു 5 കോളം ആയതുകൊണ്ട് ദിസ് പ്രോബ്ലം ഇസ് എ സ്റ്റാൻഡേർഡ് ഓർ എ ബാലൻസ്ഡ് വൺ. സോ യു ക്യാൻ സ്റ്റാർട്ട്.
പ്രിൻസിപ്പൽ ആണ് യെസ്. നമ്മള് ഈ ഈ ടേബിൾ എന്ന് പറയുമ്പോൾ ഈ ജോബിന് മിനിമൽ കോസ്റ്റിൽ ഏറ്റവും മെഷീൻ്റെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ടേബിൾ ഇങ്ങനെയാണ് വന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ആദ്യം നമ്മൾ ഇതിലെ നമ്പർ ഓഫ് റോ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആയതുകൊണ്ട് തന്നെ ഇതൊരു ബാലൻസ്ഡ് ടേബിൾ ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള റോ വൈസ് ഓപ്പറേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടേബിളിലെ റോ വൈസ് ഉള്ള ഏറ്റവും ചെറിയ ഫിഗർ എടുത്തതിന് ശേഷം ആ ഫിഗറിനെ മറ്റ് ഫിഗറിൽ നിന്ന് കുറയ്ക്കണം. അപ്പം അങ്ങനെ നമ്മൾ ടേബിളിൽ നിന്ന് ഓരോ റോ വൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയൊരു ടേബിൾ വരുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യത്തെ റോയിൽ 5, 0, 8, 10, 11. രണ്ടാമത്തെ റോയിൽ 0, 6, 15, 0, 3. മൂന്നാമത്തെ റോയിൽ 8, 5, 0, 0, 0. നാലാമത്തെ റോയിൽ 0, 6, 4, 2, 7. അഞ്ചാമത്തെ റോയിൽ 3, 5, 6, 0, 8. അപ്പം അടുത്ത നമ്മൾ നോക്കാനുള്ളത് കോളം വൈസ് ഓപ്പറേഷൻ ആണ്. കോളം വൈസ് ഓപ്പറേഷൻ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ 0 കോളത്തിനകത്തുണ്ടെങ്കിൽ ചേഞ്ച് വരത്തില്ല. അപ്പം അതുപോലെ നമ്മൾ കൊടുത്ത് ചെയ്യുമ്പോൾ ആദ്യത്തെ കോളത്തിനകത്ത് 0 ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെ എഴുതുക. രണ്ടാമത്തെ കോളത്തിനകത്തും 0 ഉണ്ട്, അതുപോലെ എഴുതുക. മൂന്നാമത്തെ കോളത്തിലും 0 ഉണ്ട്, നാലാമത്തെ കോളത്തിലും 0 ഉണ്ട്, അഞ്ചാമത്തെ കോളത്തിലും 0 ഉണ്ട്. അപ്പം അതുകൊണ്ട് കോളം വൈസ് ചെയ്യുമ്പോൾ ടേബിളിൽ വ്യത്യാസം ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കിങ്ങിലോട്ട് പോവാം. മാർക്കിങ്ങിലോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ റോ വൈസ് മാർക്കിംഗ് ചെയ്യുമ്പോൾ ആദ്യത്തെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോം ആയിരിക്കും വരിക. അതായത് ജെ ബിയിലും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4 മാർക്കിങ്ങേ വരത്തുള്ളൂ. 3 റോ വൈസും 1 കോളം വൈസേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ടേബിൾ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 എലിമിനേഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ടേബിളിൽ 5 റോയും കോളം ഉള്ളത് കൊണ്ട് ഒപ്റ്റിമാലിറ്റി ഇവിടെ ഫെയിൽ ആവും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ സൊല്യൂഷനെ ഇമ്പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളതിൽ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള അൺകവേർഡ് നമ്പർ എടുക്കുക. അപ്പോൾ ഈ ടേബിളിൽ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള അൺകവേർഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ 3 എടുക്കും. 3 എടുത്തതിന് ശേഷം നമുക്ക് ആ ഉള്ള ടേബിളിൽ അൺകവേർഡ് നമ്പറിന്റെ കൂടെ ആ സ്മാളസ്റ്റ് നമ്പർ കുറയ്ക്കുക. സിംഗിൾ ലൈൻ വന്നിട്ടുള്ളതാണെങ്കിൽ ആ നമ്പർ അതുപോലെ തന്നെ എഴുതുക. അല്ല ജംഗ്ഷൻ ആണ്, അതായത് ഡബിൾ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ആ സ്മാളസ്റ്റ് അൺകവേർഡ് നമ്പർ കൂട്ടുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ടേബിള് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റത്തെ റോയിൽ 5, 0, 5, 10, 8. സെക്കൻഡ് റോയിൽ 0, 6, 12, 0, 0. തേർഡ് റോയിൽ 11, 8, 0, 3, 0. ഫോർത്ത് റോയിൽ 0, 6, 1, 2, 4. ഫിഫ്ത്ത് റോയിൽ 3, 5, 3, 0, 5. ഈ കിട്ടുന്ന ടേബിളിന് 5 ലൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ J1 B, J2 E, J3 C, J4 A, J5 D, 8, 12, 4, 6, 12 അങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുക. ടോട്ടൽ ഒരു 42 ആയിരിക്കും കോസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം. അപ്പോൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്. മിനിമം ഒപ്റ്റിമൽ കോസ്റ്റ് ആയിട്ട് കിട്ടിയത് 42 ആണ്. ഓക്കെ, ഗുഡ്. അത്യാവശ്യം മിനിമം സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഈ ആൻസർ തന്നെയല്ലേ കിട്ടിയത്? ഇനി ഡിഫറെൻ്റ് ആൻസർ അല്ലെങ്കിൽ ഡിഫറെൻ്റ് അലോക്കേഷൻ ഉണ്ടോ? ഇതിനകത്ത് എനിക്കൊന്നും ആർബിട്രറി ഒന്നും വന്നിട്ടില്ല. മീൻസ് ഒപ്റ്റിമാലിറ്റി ചെക്കിങ്ങിൻ്റെ കേസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ അജിംഷ പ്രസന്റ് ചെയ്ത് ആ അവസാനത്തെ അലോക്കേഷൻ കണ്ടോ? ഓൾവേസ് ട്രൈ ടു അലോക്കേറ്റ് ജോബ്സ് ടു മെഷീൻസ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ ആ ആൻസർ എഴുതിയിരിക്കുന്ന പോലെ J1 to B, J2 to E. നമ്മൾ ജോബിനെയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ആൻസർ ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ മെട്രിക്സ് തന്നിരിക്കുന്നതിലുള്ള വ്യത്യാസത്തിലായിരിക്കും നമ്മൾ തിരിച്ചു ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇനിയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ജോബിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
Okay, you are trying to allocate the job to machine, or you are trying to allocate the job to various എന്താണ് എംപ്ലോയീസ്. അങ്ങനെ J1 J2 അല്ലെങ്കിൽ ജോബ് 1 ജോബ് 2 ജോബ് 3 അതിനെ ആയിരിക്കണം നമ്മൾ അലോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. What about the third question? എത്ര പേര് third question ചെയ്തു? You can reply in the chat box. Question number 3. മാം ഡൗട്ട് ഉണ്ട്. Okay. മിസ് ഞാൻ ചെയ്തു, പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോ ഉത്തരം കിട്ടുന്നില്ല. ഓക്കെ ഫൈൻ. ആൻസർ കിട്ടിയില്ല, ആദ്യത്തേക്കും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല. ഓക്കെ, വേറെ ആരെങ്കിലും ചെയ്തതുണ്ടോ തേർഡ് ക്വസ്റ്റ്യൻ? We will discuss the answer. Okay, incomplete. Okay, fine. I will explain. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതി. എവിടെയെങ്കിലുമൊക്കെ ഇഷ്യൂ വരും ഉറപ്പായിട്ടും, കാരണം അതിന് വേണ്ടിയാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് വരുന്നത്. ഓക്കെ, ഓൾ ഓഫ് us can do it together. എൻ്റെ കൂടെ ചെയ്ത് പോവാം. അപ്പം ആദ്യം so third question I have shared for today is 4 different jobs can be done on 4 different machines, and the takedown time cost are prohibitively high for changeovers. Okay. The matrix below gives the cost in rupees for producing job I on the machine J. Okay. ഒരു JI എന്ന് പറയുന്ന ഒരു ജോബിന് മെഷീൻ ജെയിൽ ഈ J എന്ന് പറയുന്ന ചെറിയ ചെറിയ നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നത് എന്നിനെ റെപ്രസെന്റ് ചെയ്യണം. J1 J2 J3 J4 J5 n നമ്പേഴ്സ് എന്നുള്ളത് പോലെ. അപ്പോൾ ഇവിടെ ജോബും മെഷീനും തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഓൾസോ വൺ അമംഗ് ദി ഗുഡ് ക്വസ്റ്റ്യൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അസൈൻമെന്റ് പ്രോബ്ലത്തിനെ സംബന്ധിച്ച് always it's better to show the jobs in the row and machines or the persons in the column. ഇതാണ് ഒരു നല്ല ക്വസ്റ്റ്യൻ എന്നും കൂടി ഞാൻ പറയാം. കാരണം എപ്പോഴും ജോബ് എല്ലാം റോസ് ആയിട്ടായിരിക്കണം. J1 J2 J3 J4 റോസ് ആയിരിക്കണം. മെഷീൻസ് ആർ വാട്ട് എവർ ബീറ്റ്, ഇപ്പോൾ എംപ്ലോയീസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും അങ്ങനെ എന്ത് തന്നെ ആണെങ്കിലും ദി അതർ എലമെന്റ്, ജോബ് അല്ലാത്ത എലമെന്റ് എപ്പോഴും കോളത്തിലുമായിരിക്കണം തരേണ്ടത്. ഇറ്റ്സ് കോൾഡ് എ ഗുഡ് സ്റ്റാൻഡേർഡ് യൂസേജ് ആണ്. സോ ഹൗ ഷുഡ് ദ ജോബ്സ് ബി അസൈൻ ടു ദ വേരിയസ് മെഷീൻസ് സോ ദാറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഇസ് മിനിമൈസ്ഡ്? തുടക്കത്തിലെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 4 ജോബ് 4 മെഷീനിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടേക്ക് ഡൗൺ ടൈം കോസ്റ്റ്, ദറ്റ് ഇസ് കോസ്റ്റ് ആണ് ഈ മെട്രിക്സിലെ എലമെന്റ്. ഈ 5 7 11 6 എന്ന് തന്നിരിക്കുന്ന കോസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ താഴെ പറയുന്നുണ്ട് ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ഹൗ വി ക്യാൻ അസൈൻ ദ ജോബ് എന്ന്. അപ്പോൾ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് എസെൻഷ്യലി ടു ചെക്ക് വെദർ ദ പ്രോബ്ലം ഇസ് എ ബാലൻസ്ഡ് ഓർ നോട്ട്. സോ സി ഇൻ ദി ക്വസ്റ്റ്യൻ അതൊരു ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ മനസ്സിലായി? There are 4 jobs and there are 4 machines given. For 4 jobs 4 machines ആണെങ്കിൽ we can say that when the number of rows are equal to number of columns, it is a balanced problem. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓവർ. പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. The next step is you have to perform the row operation. So for performing the row operation, each rowയിലുള്ള സ്മോളസ്റ്റ് എലമെന്റിൽ നിന്നും നമ്മൾ ബാക്കി എലമെന്റ്സിനെ റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇൻ ദി ഫസ്റ്റ് റോ ദി സ്മോളസ്റ്റ് എലമെന്റ് ഇസ് 5. അപ്പോൾ 0 2 6 and 1 അതായിരിക്കും ആദ്യത്തെ വാല്യൂ. എന്ന് വെച്ചാൽ ഈ 5നെ എല്ലാ വാല്യൂസും ആ റോയിലെ എല്ലാ വാല്യൂസും മൈനസ് ചെയ്ത് പോകുന്നു. അടുത്ത റോ എടുത്താൽ again the smallest value is 5. Likewise നമ്മൾ എല്ലാ റോയുടെയും സ്മോളസ്റ്റ് എലമെന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ എലമെന്റിലെ എല്ലാ വാല്യൂസിൽ നിന്നും അത് മൈനസ് ചെയ്യും.
അങ്ങനെ കിട്ടുന്ന ഒരു ടേബിൾ ആണ്. യു ക്യാൻ റൈറ്റ് ദ ഹെഡിങ് M1 M2 M3 M4 കോളത്തിന്, റോയ്ക്ക് J1 J2 J3. ഞാൻ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് എഴുതുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. മാർക്കിംഗ് ടേബിൾ എത്തുമ്പോഴത്തേക്ക് ഐ വിൽ റൈറ്റ്. സോ 0 2 6 1 3 0 4 1 0 3 6 3 and finally 7 1 5 0. So these are the values after row operation കഴിഞ്ഞു കഴിഞ്ഞുള്ള ടേബിൾ ആണ്. See the column, first column 0 ആണ് smallest element, second column 0 ആണ്, third column the smallest element is 4 ആണ്, അടുത്ത കോളത്തിൽ 0 ആണ്. അപ്പം from this step അടുത്ത നമ്മൾ പോകുന്നത് we are moving on to the column operation. അതിനു വേണ്ടി തന്നെയാണ് കോളത്തിലെ സ്മോളസ്റ്റ് എലമെന്റ് ഐഡന്റിഫൈ. അപ്പൊ കോളം ഓപ്പറേഷനിൽ കഴിഞ്ഞിട്ടുള്ള റെഡ്യൂസ്ഡ് മെട്രിക്സ് or the new table after column operation would be like this. ആദ്യത്തെ കോളം നമുക്ക് അതുപോലെ എഴുതാം, കാരണം 0 is the smallest element over there. അടുത്ത കോളവും അതുപോലെ എഴുതാം, because there also 0 is the smallest element. And the next thing 4 ആണ്. ഈ കോളത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 4 ആണ്. If you subtract 4 from 6, it will be 2 0 2 1. Last column again 0 ആണ് സ്മോളസ്റ്റ്. So അതുകൊണ്ട് ആ കോളം അതുപോലെ എഴുതാം. So this is the table where you are going to do the marking. Okay. So marking ചെയ്യുന്നത് കൊണ്ട് I am rewriting the table again for better clarity. Space എടുത്ത് എഴുതാണ്. Zero, 2, 2 and 1. First row ഓപ്പറേഷനിൽ മീൻസ് റോ വൈസ് മാർക്കിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യുക. എപ്പോഴും കോളം ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ടേബിളിൽ നിന്നായിരിക്കണം മാർക്കിംഗ്. റോ വൈസ് ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ റോ നോക്കുക, ദർ ഇസ് സിംഗിൾ 0, അതുകൊണ്ട് അതിനെ എൻക്ലോസ് ചെയ്യുക, കട്ട് ദാറ്റ് കോളം. അടുത്ത റോ നോക്കാം, 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ റോ നോക്കാം, മാർക്ക് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ റോ single 0, enclose it and cut that column. അപ്പോൾ റോ വൈസ് മാർക്കിംഗ് ends over here. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോളം വൈസ് മാർക്കിംഗ് ആണ്. ആദ്യത്തെ കോളം ഓൾറെഡി കട്ടാണ്. രണ്ടാമത്തെ കോളം നോക്കാം, ഒരു 0 ഉണ്ട് എക്സാക്ട്ലി. മാർക്ക് ഇറ്റ് ആൻഡ് കട്ട് ദാറ്റ് റോ. ഇപ്പൊ രണ്ടാമത്തെ കോളവും നമ്മൾ നോക്കി, മൂന്നാമത്തെ കോളത്തിൽ ഇനി 0 ഇല്ല. സോ സി ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് അലോക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. റഫായിട്ട് എഴുതിയാൽ J1 to M1 and J2 to M2 and J4 to M4. No allocation for J3 and M3. J3 allocate ചെയ്യാൻ സാധിച്ചിട്ടില്ല.
അതൊരു കാര്യം. പിന്നെ ദ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ആസ് യു ഓൾ നോ, ദ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ ഷുഡ് ബി ഈക്വൽ ടു ദി നമ്പർ ഓഫ് റോസ് ഓർ കോളംസ്. ഇവിടെ നമ്പർ ഓഫ് റോസ് ഓർ കോളംസ് എന്ന് പറയുന്നത് 4 ആണ്. 4 റോയും 4 കോളവും ആണ് ഉള്ളത്. അപ്പൊ അതിന് ഈക്വൽ ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യുന്ന എലിമിനേഷൻ, മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ ഡ്രോൺ ഫോർ എലിമിനേഷൻ. പക്ഷെ അത് ഇവിടെ ഈക്വൽ അല്ല. സോ യു കാൻ സ്റ്റോപ്പ് ഓവർ ഹിയർ എന്ന് വേണേൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ഡസ് നോട്ട് ഒപ്റ്റിമൽ. അതായത് നമ്മൾ ഈ കണ്ടെത്തിയ ഈ അലോക്കേഷൻ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഒപ്റ്റിമൽ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? Therefore the solution is not optimal. Improve the solution. The solution is not optimal. അതിന്റെ കാരണം കൂടെ എഴുതണം. The solution is not optimal because the number of lines drawn for elimination is not equal to the number of rows or columns. And hence improve the solution. So improving the solution means find the smallest uncovered element. What is the smallest uncovered element here? 1 is the smallest uncovered element. Uncovered portion എന്ന് പറയുന്നത് ഈ ഭാഗവും ഇത്രയുമാണ്. അപ്പൊ അതിൽ ഏറ്റവും അൺകവേർഡ് സ്മോളസ്റ്റ് uncovered element എന്ന് പറയുന്നത് is 1. Okay, so we can rewrite the same. സിംഗിൾ ലൈൻ ക്യാരി ചെയ്യുന്നത്, സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നത് അതുപോലെ എഴുതാം. സ്മോളസ്റ്റ് അൺകവേർഡ്, സ്മോളസ്റ്റ് among the uncovered elements is 1. So സിംഗിൾ ലൈൻ കവർ ചെയ്യുന്നതാണ് ആദ്യത്തെ എലമെന്റ്, അതുപോലെ എഴുതുക. എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ ആണ് അടുത്തത്, അതുകൊണ്ട് 1 ആഡ് ചെയ്ത് കൊടുക്കുക, 4. അടുത്ത സിംഗിൾ ലൈൻ പാസ് ആവുന്നതാണ്, അതുപോലെ എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് അൺകവേർഡ് ആണ്. അൺകവേർഡിൽ നിന്നെല്ലാം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 2 - 1 1. അടുത്തത് സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്ന എലമെന്റ് ആണ്, അതുപോലെ എഴുതാം. 3 അൺകവേർഡ് ആണ്. അൺകവേർഡിൽ നിന്ന് മൈനസ് ചെയ്യണം. So 3 - 1 2, 1 - 1 0. ഇനി അടുത്തതും അൺകവേർഡ് ആണ്. അൺകവേർഡ് 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1. സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നു, അതുപോലെ എഴുതാം. അൺകവേർഡിൽ നിന്ന് മൈനസ് ചെയ്യണം, 1 and 0. അടുത്തത് because the value there is 1 അല്ല, അപ്പോൾ സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നതാണ്, അതുപോലെ എഴുതാം 1. അത് എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ ആണ്. അടുത്ത എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ 2 ലൈൻ കൂട്ടിമുട്ടുന്നത്. ഇത് എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ ആണ്. അതിന്റെ കൂടെ ഈ സ്മോളസ്റ്റ് അൺകവേർഡ് ആയ 1 ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 2. ഇത് സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നതാണ്, 3, അതുപോലെ എഴുതാം. ആൻഡ് ഫൈനലി സിംഗിൾ ലൈൻ പാസ് ചെയ്യുന്നതാണ്, അതുപോലെ. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഇങ്ങനെ തന്നെയാണോ ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടിയത് എന്നുള്ളതും കൂടി യു ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്, either yes or no. Okay.
സോ അടുത്ത നമുക്ക് we can start the marking process again. ആദ്യം റോ വൈസ് മാർക്കിംഗ്. ആദ്യത്തെ റോ മാർക്ക് ചെയ്യാം. റോ ആണ് മാർക്ക് ചെയ്ത് കോളം കട്ടില്ല. അടുത്ത സെക്കൻഡ് റോയിൽ 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. ലിവിറ്റ്. തേർഡ് റോയിൽ 0 ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് റോയിൽ 3 0. യു കാൺ ഡു എനിത്തിങ്. ഇനി നമ്മൾ ചെയ്യുക, റോ വൈസ് ഇവിടെ തീർന്നു ആദ്യത്തെ സ്റ്റേജിൽ. ഇനി റോയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോളം നോക്കാം. 2 0, അഗെയിൻ 2 0, ലാസ്റ്റ് കോളത്തിൽ 1 0. മാർക്ക് ഇറ്റ് ആൻഡ് കട്ട് ദാറ്റ് റോ. തീർന്നു. എഗെയിൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഫർദർ മാർക്കിംഗ് നടത്താൻ പറ്റുമോ? ആദ്യം നമ്മൾ റോ എല്ലാം നോക്കി, ഒരു റോയിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കോളം നോക്കി. ഓക്കെ, അപ്പൊ ആദ്യം റോ നോക്കിയപ്പോൾ ഒരു അലോക്കേഷൻ നടന്നു, അല്ലെങ്കിൽ ഒരു മാർക്കിംഗ് നടന്നു. പിന്നെ കോളം നോക്കിയപ്പോൾ അലോക്കേഷൻ നടന്നു. എഗെയിൻ യു ഹാവ് ടു റീ എക്സാമിൻ വെദർ എനി റോ വൈസ് മാർക്കിംഗ് ഈസ് പോസിബിൾ. നോക്കാം. ആദ്യത്തെ റോ ഇനി ഒന്നുമില്ല, രണ്ടാമത്തെ റോ പറ്റില്ല, മൂന്നാമത്തെ റോയിലും പറ്റില്ല, ഒന്നും നടന്നു. we were not able to mark anything. ഇനി അടുത്ത കോളം നോക്കാം. കോളം സി, yes, you will be able to mark, അല്ലേ? കാരണം ഇവിടെ ഒരു 0 ഉണ്ട് ഈ കോളം. മാർക്ക് ഇറ്റ്, കട്ട് ദാറ്റ് റോ. ഇനി അടുത്ത കോളം നോക്കാം. അടുത്ത again we were stuck in a situation where solution optimal ആണോ? അല്ല, solution is not optimal. അതെങ്ങനെ മനസ്സിലായി? the number of lines drawn for elimination is not equal to the number of rows or columns. 4 റോ ഉണ്ട് അല്ലേ? അപ്പോൾ again what you have to do, you have to write that the solution is not optimal. Improve the solution. നമ്മൾ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ടൈപ്പ് 2 പഠിച്ചിട്ട് ഒരു ടേബിളിലൊക്കെ ഇമ്പ്രൂവ് ആവുന്ന സിറ്റുവേഷനെ കണ്ടിട്ടുള്ളൂ ഇതുവരെ. അങ്ങനെയൊന്നുമില്ല, 3 ഇമ്പ്രൂവ്മെന്റ് വരെ വരും. മാക്സിമം മീൻസ് മിനിമം പറഞ്ഞു കേട്ടോ. 5 ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. The solution is not optimal. essay 15 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് അസൈൻമെന്റ്. പണ്ട് ഉറപ്പായിട്ടും എന്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക. So okay, the solution is not optimal and again we will improve. For improving, കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല എന്ന് നമ്മൾ എഴുതിയാൽ അതിന്റെ കാരണം എഴുതണം, മറക്കരുത്. ഞാൻ ടൈം ആൻഡ് സ്പേസ് കൺസ്ട്രെയിൻ കൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. നിങ്ങൾ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ എന്ന് എഴുതിയാൽ the number of lines drawn for elimination is not equal to the number of rows or columns. ആ കാരണം വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. Write the smallest uncovered element. Smallest uncovered. See, the smallest uncovered is 1 again. ആദ്യത്തെ ഐറ്റം സിംഗിൾ ലൈൻ ആണ്, ക്യാരി ആസെറ്റ്. അടുത്തത് ഡബിൾ ലൈൻ ആണ്, അല്ലെങ്കിൽ എലമെന്റ് അറ്റ് ദി ജംഗ്ഷൻ ആണ്. അതിൻ്റെ കൂടെ ഈ സ്മോളസ്റ്റ് അൺകവേർഡിനെ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 4, 4 + 1 5. Again, this is covered through a single line, carry assets. അടുത്തത് again an element at the junction ആണ് 7. So 7 + 1 is 8. ഇനി അടുത്തത് അൺകവേർഡ് ആണ്. അൺകവേർഡിനെ എല്ലാം തന്നെ ഈ സ്മോളസ്റ്റ് അൺകവേർഡിന് -1. 1 - 1 it becomes 0.
അടുത്ത വാല്യൂ ഇറ്റ് ഈസ് സിംഗിൾ ലൈൻ അതുപോലെ വരും. ദെൻ അൺകവേർഡ് ആണ് മൈനസ് ചെയ്യുക. 2 minus 1 it is 1. കവേർഡ് ത്രൂ എ സിംഗിൾ ലൈൻ ക്യാരി ആസ് സച്ച്. അടുത്ത നോക്കാം, അൺകവേർഡ് ആണ് മൈനസ് ചെയ്യണം. അപ്പോൾ 1 minus 1 is 0. Then next element it is covered through a single line, so carry as such. Uncovered ആണ് മൈനസ് ചെയ്യുക. 1 minus 1 it is 0. Then single line carry as such. Then അടുത്തത് uncovered ആണ് മൈനസ് ചെയ്യണം 0. Then single line carry as such. 3 uncovered ആണ്. 3 minus 1 is 2. Single line carry as such. ഇതുവരെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു? ഇതുവരെ എല്ലാം മനസ്സിലായോ? You can reply in the chat box. Then we can start marking. ആദ്യ റോ വൈസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ റോ നോക്കാം, എല്ലാം 0 ആണ്, മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 0 ആണെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും. 0 എണ്ണം കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. സെക്കൻഡ് റോ 2 0, മാർക്ക് ചെയ്യാൻ പറ്റില്ല. തേർഡ് റോ യു കാൺ മാർക്ക്. ഫോർത്ത് റോ കാൺ മാർക്ക്. ഇനി വി ക്യാൻ ഗോ ഫോർ, ഇപ്പോൾ റോയിൽ ഒന്നും നടന്നു. നെക്സ്റ്റ് യു ക്യാൻ ഗോ ഫോർ കോളം വൈസ് മാർക്കിംഗ്. ആദ്യത്തെ കോളം നോക്കാം, യു കാൺ ഡു ഇറ്റ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഓൾസോ യു കാൺ ഡു ഇറ്റ്, റൈറ്റ്. അടുത്തതിലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത കോളത്തിലും നമുക്ക് എക്സാക്ട്ലി സീറോസ് ഇല്ല. Here is a situation where we get stuck when there is lot of zeros. സീറോന്റെ എണ്ണം കൂടിപ്പോയ ഒരു സിറ്റുവേഷൻ. അപ്പം നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, when there are more than 1 zeros present, എസ്പെഷ്യലി 2 0 ഉള്ള സിറ്റുവേഷൻ, അങ്ങനെ വേണം പറയാൻ. മോർ ദാൻ 1 ഉണ്ടായിട്ട് പോരാ, 2 0 ഉള്ള സിറ്റുവേഷനിൽ യു ക്യാൻ സിലക്ട് ദ 1 ആർബിട്രലി ആൻഡ് ദെൻ മൂവ് ഫോർവേഡ്. അപ്പൊ ഞാൻ റോ വൈസിൽ റോ നോക്കി കോളം നോക്കി ഒരു രക്ഷയില്ല. ഓക്കെ, പ്രോസസ് എൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ തീരുമാനിച്ചു ആർബിട്രറി ആയിട്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വീണ്ടും ചെയ്യേണ്ടത് റോ വൈസ് ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ റോയിൽ 4 എണ്ണം 0, അവിടെ നിന്ന് ആർബിട്രറി ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതിൽ നോക്കാം, യെസ് ദർ ആർ 2 zeros. Here you will be able to make an arbitrary selection. How? ആദ്യത്തെ 0നെ സെലക്ട് ചെയ്യാം, ഇതിനെയാണ് ക്രോസ് ഔട്ട്. ആർബിട്രറി സെലക്ഷൻ ആയിട്ട് ഒരു എ എഴുതിയിട്ട്. ഇപ്പൊ റോ വൈസ് ആണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളത്തിനെ കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു A1 എന്നിട്ടേക്കാം, കാരണം ഈ ക്വസ്റ്റ്യൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് കൂടുതൽ ആർബിട്രറി സെലക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കേട്ടോ, ഈ നമ്പർ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല, പക്ഷെ എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത റോയിലോട്ട് പോവാം, മൂന്നാമത്തെ റോ. അവിടെയും കണ്ടോ, there are 2 zeros. അപ്പൊ അവിടെയും the possibility of arbitrary selection is there. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, you can make an arbitrary selection. ആദ്യത്തേനെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യുന്നു, രണ്ടാമത്തേനെ ക്രോസ് ഔട്ട് ചെയ്യുന്നു. തിരിച്ചും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അലോക്കേഷൻ വ്യത്യസ്തപരമായിട്ട് കിട്ടും. ആൻസർ ഫൈനൽ ആൻസർ ചെയ്യും. ദിസ് ഇസ് ആർബിട്രറി സെലക്ഷൻ നമ്പർ 2. റോ നോക്കി, അടുത്ത റോ അഗെയിൻ സി ദ നെക്സ്റ്റ് റോ.
നെക്സ്റ്റ് റോയിലും 2 സീറോ ആണ്. മേക്ക് ആൻ ആർബിട്രറി സെലക്ഷൻ. നിങ്ങൾ റോ വൈസ് ചെയ്ത് ഡോണ്ട് ഫോർഗെറ്റ് കട്ട് ദ കോളം കേട്ടോ. ഇനി അടുത്ത ആർബിട്രറി സെലക്ഷൻ ക്രോസ് ഔട്ട് ദ സീറോ. ദിസ് ഈസ് ആർബിട്രറി സെലക്ഷൻ നമ്പർ 3. റോ വൈസ് ആണ് ചെയ്തത്. റോ വൈസ് നോക്കി വന്ന് കോളത്തിന് കട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ റോ വൈസ് എത്ര മാർക്കിംഗ് കിട്ടി? 1 2 3 മാർക്കിംഗ് കിട്ടി. ഇപ്പോൾ റോ വൈസ് കഴിഞ്ഞാൽ ഇനി അടുത്ത എന്ത് ശ്രമിക്കണം? കോളം. ആദ്യത്തെ കോളം കട്ടായി പോയി, സെക്കൻഡ് കോളവും കട്ടായി പോയി, തേർഡ് കോളവും കട്ടായി. യു ഹാവ് ഓൺലി ദ ഫോർത്ത് കോളം ആൻഡ് ദർ ഇസ് എ സിംഗിൾ സീറോ. മാർക്ക് ഇറ്റ്. ഓക്കെ, കോളം വൈസ് ആണെന്ന് പറഞ്ഞു. കട്ട് ദാറ്റ് റോ. ഇപ്പൊ എത്ര ആയി? നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ is 4. The solution is an optimal one. We can write therefore the solution is an optimal one and the allocation is as follows. So you can write down the allocation which you have obtained. J1 to M4 and it is question number 6 and the constant is given J2 to M2 and it is 5 J3 to M1 and it is 4 and finally J4 to M3.
and it is 8. So the total cost will be 23. ഇതല്ലാതെ കിട്ടാൻ ഉള്ളൊരു അലോക്കേഷൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ടാവും എപ്പോഴും. ആർബിട്രറി സെലക്ഷൻ ഓൾവേസ് ഹാവ് എ മൾട്ടിപ്പിൾ സൊല്യൂഷൻ. J1 to M1 5, J2 to M2 plus 5, J3 to M3, and it is 10, J4 to M4. So the total again will be 20. എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. If it is clear, you can reply in the chat box. ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഇത് 3 പ്രാവശ്യമൊക്കെ വരും, സ്റ്റക്കാവും. ഡോണ്ട് വറി. പണ്ട് ആദ്യത്തെ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തതിനെ ഒന്ന് തിരിച്ചു നോക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തന്നെ തോന്നത്തില്ല. കുറേ ഇങ്ങനെ വെട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് ഡോണ്ട് ഗോ ആഫ്റ്റർ. വൺസ് ഒരു പ്രോസസ്സ് ചെയ്ത് തീർത്തിയാൽ ആ ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിലോട്ട് ചെയ്യാനേ നോക്കാവൂ. ആദ്യം ചെയ്തത് ശരിയാണോ എന്ന് നോക്കാൻ പോരുത്. വൈൽ യു ആർ അറ്റൻഡിങ് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിഞ്ഞു നോക്കാൻ പോരുത്. അതായത് അത്രത്തോളം ശ്രദ്ധാപൂർവം വേണം ഓരോ സ്റ്റെപ്പും ചെയ്ത് മുന്നോട്ട് പോകാൻ. എവിടെയെങ്കിലും ഒരിടത്ത് തെറ്റിയ പിന്നെ എല്ലാം മൊത്തത്തിൽ തെറ്റും ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ആരെങ്കിലും ട്രൈ ചെയ്തോ? ആൻസർ കിട്ടിയോ? ദി ഫോർത്ത് ക്വസ്റ്റ്യൻ. Okay, I'll have you explain. മാം റഫായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഷെയർ ചെയ്യണോ? അത് കുഴപ്പമില്ല. Or else you give the final answer. റഫായിട്ട് പറഞ്ഞാൽ മതി, സ്റ്റെപ്പും പറഞ്ഞ് അതങ്ങ് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ. ഏകദേശം നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യനിൽ എല്ലാം പറഞ്ഞു വരുമല്ലേ, അതെ. ഓടിച്ച് പറഞ്ഞാൽ മതി. മാർക്കിംഗ് കഴിഞ്ഞ് ഇതാണ് ടേബിള്, അപ്പം മിനിമം വെച്ചിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അത് മതി. So this question, ഈ ഫോർത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സോൾവ് ദ ഫോളോയിങ് അസൈൻമെന്റ് പ്രോബ്ലം ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ്. അഗെയിൻ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനാണ്. The cost matrix given below gives the assignment cost when different operators are assigned to various machines. അപ്പോൾ വേരിയസ് മെഷീൻസിനെ ഓപ്പറേറ്റേഴ്സിലോട്ട് നമ്മൾ ചെയ്യാണ്, ജോബിന് പകരം മെഷീൻ വന്നു എന്നേ ഉള്ളൂ. Okay, we can start. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം ന്യൂ ടേബിൾ ആഫ്റ്റർ റോ ഓപ്പറേഷൻ ആണ്. റോ ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഓരോ റോയിൽ സ്മാളസ്റ്റ് വാല്യൂ എടുത്തിട്ട് മൈനസ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ കിട്ടും. ആ ടേബിള് റോ വൈസ് ആണ് പറയുന്നത്. ഷെയർ ചെയ്യാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം.
മാം വിസിബിൾ ആണോ? Yes. Okay, visible ആണ്. ഓക്കെ ഓക്കെ. മാം ഇതിൽ ആദ്യം നമ്മൾ റോ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അതിൽ ടേബിൾ ആഫ്റ്റർ റോ ഓപ്പറേഷൻ ആണ്. ഓക്കെ, അതിൽ നമ്മൾ ഓരോ റോയിൽ സ്മാളസ്റ്റ് വാല്യൂ എടുത്തിട്ട് അത് നമ്മൾ മൈനസ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ ടേബിളിൽ 5, 0, 8, 10, 11, അതായത് നമ്മൾ അങ്ങനെ ഓരോ കുറച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ടേബിൾ കിട്ടും. നെക്സ്റ്റ് വൺ ന്യൂ ടേബിൾ ആഫ്റ്റർ കോളം ഓപ്പറേഷൻ ആണ്. അതായത് ഓരോ കോളത്തിലെ സ്മാളസ്റ്റ് വാല്യൂ എടുത്തിട്ട് നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇടുന്ന ടേബിൾ ആണ് ആഫ്റ്റർ കോളം ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് എല്ലാത്തിനും 0 ആയതുകൊണ്ട് സെയിം ടേബിൾ തന്നെ കിട്ടും. നെക്സ്റ്റ് വൺ മാർക്കിംഗ് ആണ്. മാർക്കിംഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 അലോക്കേഷനെ പറ്റത്തുള്ളൂ. നമുക്ക് 5 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല. അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ ബിക്കോസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഫോർ എലിമിനേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. അങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ന്യൂ ടേബിൾ ഫോർ ഇംപ്രൂവ്മെന്റ്. അടുത്തത് നമ്മൾ ഇനി നമുക്ക് സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലാതെ ഇംപ്രൂവ് ചെയ്യണം. അതിന്റെ ടേബിൾ ആണ് അടുത്ത് ചെയ്യുന്നത്. അതിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് അൺകവേർഡ് സ്മോളസ്റ്റ് അൺകവേർഡ് വാല്യൂ, അതിവിടെ നമുക്ക് 3 ആണ്. അപ്പൊ സ്മോളസ്റ്റ് അൺകവേർഡ് വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുക. കവേർഡ് വാല്യൂ അതുപോലെ തന്നെ നമുക്ക് എഴുതാം. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടേബിൾ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലോക്കേഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ചെയ്തവർക്കാണെങ്കിൽ. നെക്സ്റ്റ് താഴെ അലോക്കേറ്റ് ചെയ്യുമ്പോഴാണ് എ ടു സെക്കൻഡ് വൺ, അതായത് ജോബ് എ ആണ്. അതിൽ 25, ബി 26, സി 22, ഡി 25 ആൻഡ് ഇ 24. ടോട്ടൽ 122 എന്ന് വരും. മാം ക്ലിയർ? Okay, its the answer is correct. ഓക്കെ. ഇതിൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഒപ്റ്റിമൽ ആവാത്ത സിറ്റുവേഷൻ വരും. യു ഹാവ് ടു ഇംപ്രൂവ് ദ സൊല്യൂഷൻ ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ഇതിൽ ഒരു തവണ ഇംപ്രൂവ്മെന്റ് വന്നിട്ട് ടോട്ടൽ കോസ്റ്റ് 122. 22. ചെയ്ത് നോക്കിയവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. അതർവൈസ് we will move on to the next question. Is it clear? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത ആരുണ്ട്? 5th question. Find the optimal solution to the assignment problem with the cost matrix. Okay, Amy, explain your answer. And a question on the side. Question പറഞ്ഞിട്ട് പിന്നെ. Okay, find the optimal solution to the assignment problem with the cost matrix. Again, question തന്നിരിക്കുന്നത് cost matrix ആണ്. Cost matrix എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ A, B, C, D and 1, 2, 3 is given. 1, 2, 3 and 4 is given. അപ്പോൾ ഇവിടെ assume ചെയ്യുക A, B, C, D are the jobs and 1, 2, 3 and 4 and the machines എന്ന് assume ചെയ്യും. Okay, you can start. ഈ question answer കേൾക്കാം. മാം വിസിബിൾ ആണോ? Yes, yes. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റ്യനിൽ ഇതാണ് ടേബിള്.
അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ റോ ഓപ്പറേഷൻ ചെയ്യണം. റോയിലുള്ള സ്മോളസ്റ്റ് നമ്പറും ബാക്കിയുള്ള നമ്പേഴ്സ് മൈനസും ചെയ്യണം. അപ്പോൾ ടേബിൾ ആഫ്റ്റർ റോ ഓപ്പറേഷൻ നമുക്ക് ഇത് കിട്ടും. 4207 5704 2013 0221. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കോളം ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ 0 വന്നിരിക്കുന്ന കോളം നമ്മൾ ആസ് സച്ച് എഴുതിയാൽ മതി. അപ്പം 4th കോളം മാത്രം 1 ആണ് സ്മോളസ്റ്റ്. അതുകൊണ്ട് നമ്മൾ കോളം ഓപ്പറേഷൻ ചെയ്യുമ്പം ഇത് കിട്ടും. ബാക്കി നമ്പേഴ്സ് 1 മൈനസ് ചെയ്യണം. അപ്പോൾ 7 -1 4 -1 3 -1 1 -1. അപ്പോൾ 4206 5703 2012 0220. അതിനുശേഷം നമ്മൾ മാർക്കിംഗ് ചെയ്യണം. മാർക്കിംഗ് ചെയ്യുമ്പം ഈ ഒരു പൊസിഷനാണ് കിട്ടുന്നത്. അതായത് നോട്ട് ഒപ്റ്റിമൽ. ആകെ 3 തവണയെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ 4 ടൈംസ് ആണ് ക്യാൻസൽ ചെയ്യേണ്ടത്. നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് 4 ആണ്. ബട്ട് നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ ഓൺലി 3 നമുക്ക് കിട്ടിയത്. സോ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ. അപ്പോൾ അടുത്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ടേബിൾ വരയ്ക്കുമ്പം സ്മോളസ്റ്റ് അൺകവേർഡ് ഇപ്പം ഇവിടെ കിട്ടിയത് 2 ആണ്. അപ്പം ആ നമ്പർ ബാക്കി അൺകവേർഡ് ആയിട്ടുള്ള നമ്പേഴ്സിന് മൈനസ് ചെയ്യണം. പിന്നെ ഓൾറെഡി കവേർഡ് ആയിട്ടുള്ളത് അത് നമ്മൾ ആസ് സച്ച് എഴുതണം. പിന്നെ എലിമെന്റ്സ് അറ്റ് ദി ജംഗ്ഷൻ, അതായത് ഹോറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും കട്ട് ചെയ്തിട്ടുള്ളത് ഈ സ്മോളസ്റ്റ് അൺകവേർഡ് നമ്പർ ആയിട്ട് പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ന്യൂ ടേബിൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഇത് ചെയ്തപ്പോഴും സൊല്യൂഷൻ ഒപ്റ്റിമൽ ആയില്ല. ബിക്കോസ് 3 ലൈൻസ് മാത്രമേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ 3 ടൈംസ്. അപ്പോൾ 4 വേണം. അപ്പോൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് വേണം ഇനി അടുത്തത് ചെയ്യാൻ. ഈ ഒരു ടേബിളിൽ നോക്കുമ്പോൾ അൺകവേർഡ് സ്മോളസ്റ്റ് വൺ ഇതിൽ 1 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൺകവേർഡ് ആയിട്ടുള്ളത് ഈ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യണം. എലമെന്റ്സ് അറ്റ് ദ ജംഗ്ഷൻ ആ സ്മോൾ എലിമെന്റ് ആയിട്ട് പ്ലസ് ചെയ്യണം. ഓൾറെഡി കവേർഡ് ആയിട്ടുള്ളത് ആസ് സച്ച് എഴുതണം. അപ്പൊ നമുക്ക് ഈ 1103 2600 0020 0450 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇത് ഒപ്റ്റിമലായി. Because number of rows and columns 4 and number of lines drawn for elimination 4 ആയി. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. A3 that is 1, B4 that is 6, C2 that is 4, D1 that is 5. Total 16. Therefore solution is optimal. Number of lines drawn for elimination is equal to number of rows and columns. Okay ആണോ മാം? Any different answer ചെയ്ത് നോക്കിയ ആർക്കെങ്കിലും? No ma'am, same ആണ്. Yes, the answer is 60. Total cost is 60. Moving to the last question. Last question ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് ചെയ്ത്. മാം അതിലും ഒരു 2-3 ഇംപ്രൂവ്മെന്റ് ഒക്കെ. യെസ്, അതിലും കുറച്ച് ഇംപ്രൂവ്മെന്റ് സ്റ്റേജസ് കൂടുതൽ വരും. I will just explain the question. I can try it later on. ഇത് ചെയ്ത് നോക്കാം. See, solve the following assignment problem. Job and mission is given. Revised table, എനിക്ക് തോന്നുന്നു 3 times you are supposed to make improvements in this table. Okay, job is given and mission is given. You can start doing the question. ചെയ്ത് നോക്കുക. If you have any doubts in the total cost, മാത്രം ഞാൻ just പറയാം. The total
cost of this question, final answer will be 13. 1-3 ആയിരിക്കും answer. 1-3. You have to ensure that obtaining the value as 1-3. അതിന് രണ്ട് രീതിയിലുള്ള സൊല്യൂഷൻ വരും. That we will discuss in the next class. ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ what I am supposed to do in the next classes, I will discuss the next two steps. Next two types. രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കൂടി മാക്സിമം വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന്. I will try to explain all these 1 or 2 examples വെച്ച് അതും കൂടെ പറഞ്ഞാൽ I can conclude the assignment topic എന്ന് പറയുന്ന ടോപ്പിക്, assignment problem എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. Later on we will have discussions on further questions. അപ്പം ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലും you will be having a idea about the assignment problem. അതിൻ്റെ ഒരു റിവിഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. And I feel it's better. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഹാവ് നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒന്നും നേരത്തെ ഷെയർ ചെയ്ത് തരില്ല. ഐ വിൽ ബി ടേക്കിംഗ് ദി ക്ലാസ് എൻറ്റയർലി ഓൺ ദി ന്യൂ ടൈപ്സ്. ഓൾട്ടർനേറ്റ് ആയി വരുന്ന ക്ലാസ്സസിൽ ഐ വിൽ ഷെയർ ദ ക്വസ്റ്റ്യൻസ്. എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്.